മറ്റ് മതങ്ങളുടെ ആചാരങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ശിവഗിരി മഠത്തിനോ ധൈര്യമുണ്ടോ എന്ന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവന കഴിഞ്ഞ ആഴ്ചയിലെ വലിയ വാർത്തകളിൽ ഒന്നായിരുന്നു. എല്ലാ കാലത്തും ജാതീയമായ നിലപാടുകൾ മാത്രം സ്വീകരിച്ചിട്ടുള്ള നായർ സർവീസ് സൊസൈറ്റി എന്ന സവർണ സംഘടനയ്ക്ക് ഒരേ സമയം നായന്മാരിൽ പാവപ്പെട്ടവരുണ്ടെന്നും അവർക്കും സംവരണം വേണമെന്നുള്ള വാദമുയർത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സവർണ സംവരണം നേടിയെടുക്കാനും അതേസമയം സർക്കാരിനെ വിമർശിക്കാനുമുള്ള പ്രിവിലേജ് എപ്പോഴും ഉണ്ട്. കേരളത്തിലെ ഒരു വലിയ വോട്ട് ബാങ്ക് കൂടിയാണ് ഈ പ്രിവിലേജ്ഡ് നായർ സമൂഹം. ജാതി വ്യവസ്ഥയിൽ നിന്നുണ്ടായ ആ പ്രിവിലേജിന്റെ ഹുങ്കിൽ നിന്നുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യം പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ പതിവായി ഇടപെടുന്നയാളാണ് ജി സുകുമാരൻ നായർ. ആരാണ് ഈ ജി സുകുമാരൻ നായർ? 1962 NSS ഓഫീസിൽ ഒരു ക്ലർക്കായി തുടങ്ങി ഇന്ന് കേരളത്തിലെ പ്രബല ജാതി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി തുടരുന്ന നായരുടെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയത്തിൽ നായർ മേധാവിത്വം ഉറപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളും പരസ്യമായ വർഗീയത വിളമ്പലും മാത്രമാണ് സുകുമാരൻ നായരുടെ പൊതുജീവിതം. താൻ 18 വർഷം RSSകാരനായി ദണ്ഡും പിടിച്ച് നടന്നവനായിരുന്നു എന്ന് അഭിമാനപൂർവ്വം നായർ പറയുമ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നും തോന്നാനില്ല. അതിൻ്റെ തുടർച്ചയായി മറ്റൊന്നുകൂടി നായർ പൂരിപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഹിന്ദു ആയിരുന്നു, എനിക്ക് നായരാവണമെന്ന് തോന്നി. കാരണം ഒരു ഹിന്ദുവിനേക്കാൾ നായർക്ക് അഭിമാനകരമായി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലം NSS ആണെന്നൊരു ബോധ്യം വന്നു. അന്നു മുതൽ ഞാൻ ഇതാണ്. RSS ആയാലും NSS ആയാലും നായർക്ക് നായരായി തന്നെ തുടരാമെന്നുള്ളതാണ് സവർണതയുടെ സോഷ്യൽ പ്രിവിലേജ് എന്ന് സുകുമാരൻ നായർക്ക് നന്നായി അറിയാം. സംവരണം നിലനിൽക്കുന്ന കാലത്തോളം ഹിന്ദു ഐക്യം സമൂഹത്തിൽ നിലനിൽക്കില്ല എന്നതാണ് പെരുന്നാ പോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന സുകുമാരൻ നായരുടെ മറ്റൊരു വാദം. ജാതി സംവരണത്തെ എതിർക്കുന്ന സുകുമാരൻ നായർ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിരന്തരം സമ്മർദ്ദം ചെലുത്തി അത് നടപ്പിലാക്കിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ നായരുടെ ആവശ്യം മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് വേണ്ടിയുള്ള EWS കമ്മീഷനാണ്. ഭ്രഷ്ട് എന്നതൊക്കെ മന്നത്തിന്റെ കാലത്ത് കഴിഞ്ഞുവെന്നും പ്രായോഗികമായി സമൂഹത്തിൽ ജാതിയില്ലെന്നും പറയുന്നുണ്ട് സുകുമാരൻ നായർ. എന്നാൽ ഈഴവൻ പന്നി പെറ്റുപെരുകിയ സന്താനങ്ങളും മന്ദബുദ്ധികളുമാണ്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും നൽകിയത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞത് സുകുമാരൻ നായരുടെ ആചാര്യൻ മന്നത്ത് പത്മനാഭനാണ്. 1963 ആ ശാസ്തമംഗലം പ്രസംഗം ചരിത്രരേഖകളിൽ ഇപ്പോഴുമുണ്ട്. അതിനു മുൻപ് 1957 ഹിന്ദുക്കളുടെ ആശയകേന്ദ്രം RSS ആണെന്ന് അവരുടെ തന്നെ മുഖപത്രമായ കേസരിയിൽ ലേഖനമെഴുതിയതും ഈ മന്നത്ത് പത്മനാഭനാണ്. മന്നത്തിൽ നിന്നും സുകുമാരൻ നായരിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നതാണ് പെരുന്നാ പോപ്പിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. മന്നത്തിന്റെ ജന്മദിനം പൊതു അവധിയാക്കി പ്രഖ്യാപിക്കാനായി സുകുമാരൻ നായർ സർക്കാർ തലത്തിൽ നടത്തിയ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. മന്നൻ ജയന്തി സമ്പൂർണ്ണ പൊതു അവധിയാക്കി പ്രഖ്യാപിക്കാതെ സർക്കാർ ശത്രുതാ മനോഭാവമാണ് കാണിക്കുന്നതെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും നായർ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന സമയത്തെ സുകുമാരൻ നായരുടെ നിലപാടും കേരള ചരിത്രത്തിൽ വളരെ പ്രധാനമായിരുന്നു. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് യുവതീ പ്രവേശനത്തിലൂടെ ആചാരങ്ങൾ ഇല്ലാതാക്കി സർക്കാർ നിരീശ്വരവാദം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു നായർ അന്ന് പറഞ്ഞത്. കൂടാതെ നാമജപ ഘോഷയാത്രയുടെയും ശബരിമലയിൽ അരങ്ങേറിയ ശൂദ്രകലാപത്തിന്റെയും പിന്നണിയിൽ സംഘപരിവാറിനൊപ്പം NSSഉം പരസ്യമായി പങ്കുചേർന്നു. അവിടെയും രാഷ്ട്രീയ ലാഭങ്ങളാണ് സുകുമാരൻ നായർ ലക്ഷ്യമിട്ടത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് റിവ്യൂ ഹർജി നൽകിയതും NSS ആയിരുന്നു. അമ്പലത്തിൽ പുരുഷന്മാർ ഷർട്ടൂരി പ്രവേശിക്കുന്ന രീതി മാറണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിളറി പൂണ്ട നായർ വീണ്ടും പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട എന്നാണ്. അതായത് ഹിന്ദുക്കൾ എന്നാൽ ജാതി ഹിന്ദുക്കൾ മാത്രമാണെന്നും ഈഴവരൊന്നും അഭിപ്രായം പറയാൻ പോലും അതിൽ ഉൾപ്പെടുന്നില്ലെന്നുമാണ് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ജാതി മേധാവിത്വത്തിന് അല്പം ഇടവേള നൽകി വിശാലമായ ഹിന്ദു ഐക്യത്തിനായി ഈഴവരുമായി കൈകോർക്കാനുള്ള ശ്രമങ്ങളും പഴയ RSSകാരൻ നടത്തിയിട്ടുണ്ട്. 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുസ്ലിം ലീഗ് 5ാമതൊരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടപ്പോഴാണ് സുകുമാരൻ നായർക്ക് ഹിന്ദു ഐക്യം വേണ്ടതുണ്ടെന്ന് തോന്നിയത്. അങ്ങനെ 2012 സെപ്റ്റംബറിൽ NSSഉം SNDPയും ചേർന്ന് ഹിന്ദു മഹാസഖ്യം രൂപീകരിക്കുകയും ചില പൊതുധാരണകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ഉള്ളിലെ ജാതിബോധം ഏറെക്കാലം മാറ്റിവെക്കാൻ സുകുമാരൻ നായർക്ക് കഴിയാതെ വന്നതോടെ ആ ഐക്യനീക്കം പൊളിഞ്ഞു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പഠിച്ച നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും SNDPയുമായി ചേർന്ന് ദളിത് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ രൂപീകരിച്ച ഐക്യത്തെ എതിർക്കാൻ വേണ്ടി സുകുമാരൻ നായർ ജാതിബോധം തൽക്കാലം മാറ്റിവെച്ചിരുന്നു.
ഹിന്ദു സമുദായത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മന്നവും ശങ്കറും രൂപം നൽകിയ ഹിന്ദുമണ്ഡലം തകർന്നു പോയതും മന്നത്തിനുണ്ടായ ഇതേ ജാതിബോധം കൊണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാറില്ലെങ്കിലും പിന്നാമ്പുറ കളികൾ സുകുമാരൻ നായർക്ക് പതിവുള്ളതാണ്. അതറിയാൻ കുറച്ചു കാലം പിന്നിലേക്ക് പോകാം. കൃത്യമായി പറഞ്ഞാൽ 1996 നടന്ന സൂര്യനെല്ലി പീഡനക്കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്നും അന്നത്തെ രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യൻ രക്ഷപ്പെട്ടത് അന്ന് NSS അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായരുടെ ഒറ്റമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 2013 ജനുവരി അവസാനം NSSും കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരണയുണ്ടായിരുന്നു എന്ന സുകുമാരൻ നായരുടെ വാദം മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളും തള്ളിക്കളഞ്ഞിട്ടും PJ കുര്യൻ മാത്രം പിന്തുണച്ചത് സൂര്യനെല്ലി കേസിൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതിന്റെ നന്ദി പ്രകടനമായി കണക്കാക്കാമെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന പുസ്തകത്തിൽ RK ബിജുരാജ് പറയുന്നുണ്ട്. നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നത് NDP എന്ന രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ടതോടെ NSS അന്നേ ഉപേക്ഷിച്ചതാണ്. പിന്നീട് സമദൂരം എന്ന പേരിൽ എല്ലാ കാലത്തും അധികാരത്തിലേറാൻ സാധ്യതയുള്ളവരുമായി സന്ധി ചെയ്യുക എന്നതായിരുന്നു പെരുന്നാപ്പോപ്പുമാരുടെ രീതി. എന്നാൽ സമദൂര സിദ്ധാന്തത്തിന്റെ വക്താവായിരുന്ന PK നാരായണ പണിക്കരുടെ കാലം കഴിഞ്ഞ് സുകുമാരൻ നായർ തലപ്പത്ത് വന്നതോടെ BJPയിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നു. എങ്കിലും BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തതിനാൽ രമേശ് ചെന്നിത്തല വഴി കോൺഗ്രസിലേക്കൊരു പാലവും നായർ തട്ടിക്കൂട്ടുന്നുണ്ട്. ആര് ഭരിച്ചാലും അവർ പെരുന്നയിലെത്തി പോപ്പിനെ കണ്ടു വണങ്ങണം എന്നതാണ് നായരുടെ രീതി. എല്ലാ മുന്നണികളും അത് പാലിച്ചു പോകാറുമുണ്ട്. അങ്ങനെയാണ് ശശി തരൂരിന് തറവാടി നായർ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എല്ലാ നായന്മാർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ കുടുംബം മറക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുന്നു. ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് നേതാവും ആദ്യ കേരള മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന PK ചാത്തൻ മാസ്റ്ററെ കുറിച്ച് പറഞ്ഞത് സുകുമാരൻ നായരുടെ ആചാര്യൻ മന്നത്ത് പത്മനാഭനാണ്. ആ സവർണ ബോധത്തിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത പിന്തുടർച്ചക്കാരനാണ് താനെന്ന് ഓരോ പ്രസ്താവനയിലൂടെയും വ്യക്തമാക്കുകയാണ് ഇപ്പോഴും സുകുമാരൻ നായർ.